So operator precedence parser. So here we have to concentrate only the concept of what is operator precedence and what is operator grammar and how. So operator precedence parser ennu parna first point, this is bottom up parser. Bottom up parser. And this parser parse operator grammars only. Operator precedence parser parse operator grammars only. Operator ഗ്രാമറിനെ മാത്രമേ പാഴ്സ് ചെയ്യുകയുള്ളൂ. അപ്പൊ അവിടെ ചോദ്യം വരുന്നുണ്ട്, വാട്ട് ഈസ് ഓപ്പറേറ്റർ ഗ്രാമർ? എന്താണ് ഓപ്പറേറ്റർ ഗ്രാമർ? സോ ഓപ്പറേറ്റർ ഗ്രാമർ എന്ന് പറഞ്ഞാൽ the grammar where no epsilon production at the right side and two adjacent non-terminals should not come together at the right side. ഞാൻ ഒരു എക്സാമ്പിൾ എഴുതി കാണിക്കാം. നമുക്ക് ഇങ്ങനെ ഒരു ഗ്രാമർ എഴുതുക. or ഇങ്ങനെ ഒരു ഗ്രാമർ നമ്മൾ എഴുതിയാൽ ദിസ് ഈസ് നോട്ട് ആൻ ഓപ്പറേറ്റഡ് ഗ്രാമർ. നമ്മൾ ഏത് ഗ്രാമർ എഴുതുമ്പോഴും രണ്ട് നോൺ ടെർമിനൽ അടുത്തടുത്ത് വരികയാണെങ്കിൽ that grammar is not an operator grammar. അതേസമയം നമ്മൾ ഇങ്ങനെ എഴുതാണ്, S gives capital S, small a, capital H. Here two non-terminals are there, but there is a terminal which separates two non-terminals, right? ഇവിടെ രണ്ട് നോൺ ടെർമിനലിനെ സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് എന്തുണ്ട്? ഒരു ടെർമിനൽ ഉണ്ട്. സോ ദിസ് ക്യാൻ ബി കൺസിഡേർഡ് ആസ് എൻ ഓപ്പറേറ്റർ ഗ്രാമർ. ക്ലിയർ? പക്ഷെ ഇവിടെ ഞാൻ ഓർ ഇട്ടിട്ട് ഒരു എപ്സിലോൺ എഴുതിയെന്ന് വിചാരിക്കാം. then this is not an operator grammar. കാരണം here exists an epsilon production. അപ്പോ എപ്സിലോൺ പ്രൊഡക്ഷൻ ഇല്ലാത്തതും രണ്ട് നോൺ ടെർമിനൽ ഒരുമിച്ച് വരാത്തതുമായ പ്രൊഡക്ഷൻസ് ഉണ്ടെങ്കിൽ that grammar can be called as operator grammar. Clear? So a operator grammar means where no epsilon production at the right side and no non-terminals are coming together. മനസ്സിലായോ ഓപ്പറേറ്റർ ഗ്രാമർ എന്താണ്? ഓക്കെ, then ഇങ്ങനെയുള്ള ഗ്രാമറുകളെയാണ് നമ്മൾ എന്ത് പറയുക? ഓപ്പറേറ്റർ ഗ്രാമർ എന്ന് പറയും. Here you can see one example of operator grammar where two non-terminals are separated by terminals. ഇനി മറ്റൊരു ഈ ഓപ്പറേറ്റർ ഗ്രാമറിനെ പാഴ്സ് ചെയ്യുന്ന കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമേഴ്സ് ആണ് നമ്മൾ പഠിക്കുന്നത്. അത് നമുക്കറിയാമല്ലോ, കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമേഴ്സ് ആണ്. നമ്മൾ ഈ ഗ്രാമർ എന്ന സെക്കൻഡ് മോഡ്യൂൾ മുതൽ നമ്മൾ പറയുന്നു അത് കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ ആണ്, CFG ആണ്. ഈ കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമറിലെ ഒരു ടൈപ്പ് ഓഫ് ഗ്രാമർ ആണ് ഓപ്പറേറ്റർ ഗ്രാമർ. ഈ ഓപ്പറേറ്റർ ഗ്രാമറുകളെ പാഴ്സ് ചെയ്യാനാണ് ഓപ്പറേറ്റർ പ്രസിഡൻസ് പാഴ്സിംഗ് ഉപയോഗിക്കുന്നത്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞാല് നമ്മുടെ കാൽക്കുലേറ്റർ വർക്ക് ചെയ്യുന്നു. ഈ കാൽക്കുലേറ്ററിനകത്ത് നമ്മൾ ഒരു വലിയ എക്സ്പ്രഷൻ കൊടുക്കുകയാണ് ഇവാലുവേറ്റ് ചെയ്യാൻ. അവിടെ നമ്മൾ ഓരോരോ ഓപ്പറേറ്ററുകൾ തമ്മിലുള്ള പ്രസിഡൻസ് എന്താണെന്നോ അല്ലെങ്കിൽ ഏത് ഇപ്പൊ ഞാൻ പറയാം 42 ഇൻറ്റു ബ്രാക്കറ്റില് 43 ഡിവൈഡഡ് ബൈ 5 ബ്രാക്കറ്റ് ക്ലോസ് പ്ലസ് 63 ഇങ്ങനെയൊക്കെ പറഞ്ഞ ഒരു എക്സ്പ്രഷൻ കൊടുക്കുക. നമ്മൾ മാനുവലി ചെയ്യുമ്പോൾ നമുക്കറിയാം ബോഡ്മാസ് റൂൾ അപ്ലൈ ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ പ്രസിഡൻസ് ഉള്ള ഓപ്പറേറ്റർ ആദ്യം വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ ബ്രാക്കറ്റിൽ കിടക്കുന്നത് ആദ്യം വർക്ക് ചെയ്യണം. ഇതൊക്കെ നമ്മൾ മാനുവലി ചെയ്യുമ്പോൾ നമുക്കറിയാം. ബട്ട് വെദർ ദിസ് ഇസ് ഡൺ ബൈ ദ സിസ്റ്റം,
If this is done by the system has to do the precedence, right? Or system has to do the checking of precedence. System precedence check ചെയ്യണം. അത് ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പൊ ആ ചെയ്യുന്നത് എങ്ങനെയാണ്? ഓപ്പറേറ്റർ പ്രസിഡൻസ് പാഴ്സിംഗ് വെച്ചാണ്. അതായത് നമ്മൾ സിമ്പിൾ ആയിട്ട് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മുടെ കാൽക്കുലേറ്റർ വർക്ക് ചെയ്യുന്നത് ഓപ്പറേറ്റർ പ്രസിഡൻസ് പാഴ്സിംഗ് വെച്ചിട്ടാണ്. ഇനി ഏറ്റവും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ പറയുന്നത്. ടോപ്പ് ഡൗൺ പാഴ്സിംഗിൽ ആംബിഗ്വസ് ഗ്രാമേഴ്സിനെ പാഴ്സ് ചെയ്യാൻ പറ്റില്ല എന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ ബോട്ടം അപ്പ് പാഴ്സിംഗിൽ ആംബിഗ്വസ് ഗ്രാമേഴ്സിനെ പാഴ്സ് ചെയ്യാൻ പറ്റും. ഈ ബോട്ടം അപ്പ് പാഴ്സിംഗിൽ എന്ന് പറയുമ്പോ എല്ലാർ പാഴ്സിംഗ് നമ്മൾ പഠിച്ചു, അത് ബോട്ടം അപ്പ് പാഴ്സിംഗ് ആണ്. എല്ലാർ പാഴ്സിംഗിൽ പറ്റുമെന്നല്ല. ബോട്ടം അപ്പ് പാഴ്സിംഗിന്റെ വൺ ഓഫ് ദ ടൈപ്പ് ഈസ് ഓപ്പറേറ്റർ പ്രസിഡൻസ് പാഴ്സിംഗ്. So that operator precedence parsing will parse, operator precedence parser will parse ambiguous grammars also. Ambiguous ആയ ഗ്രാമേഴ്സിനെ പാഴ്സ് ചെയ്യും. അപ്പൊ സാധാരണഗതിയിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഓപ്പറേറ്റർ പ്രസിഡൻസ് പാഴ്സർ പാർസ് ആംബിഗ്വസ് ഗ്രാമർ, ജസ്റ്റിഫൈ യുവർ ആൻസർ. അപ്പൊ അവിടെ നമ്മൾ ആംബിഗ്വസ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഗ്രാമർ എടുത്തിട്ട് അതിനെ ഓപ്പറേറ്റർ പ്രസിഡൻസ് പാഴ്സിംഗ് വെച്ച് പാഴ്സ് ചെയ്യുന്നത് കാണിച്ച് അത് പ്രൂവ് ചെയ്യണം. അതിനെ പാഴ്സ് ചെയ്യാൻ പറ്റും എന്ന് പ്രൂവ് ചെയ്യണം. അതാണ് സാധാരണഗതിയിൽ ചോദിക്കുന്ന ഒരു ചോദ്യം. അത് ബിടെക്കിന് ചോദിക്കുമെന്ന് അറിയില്ല, ബട്ട് എംടെക് ലെവലിലൊക്കെ ചോദിക്കുന്നത് ഒരു ആംബിഗ്വസ് ഗ്രാമർ ഏതെങ്കിലും എടുത്ത് നമ്മൾ സ്വയം എടുത്തിട്ട് അതിനെ ഓപ്പറേറ്റർ പ്രസിഡൻസ് പാഴ്സിംഗ് വെച്ചിട്ട് പാഴ്സ് ചെയ്യണം. പക്ഷെ നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു വാട്ട് ഈസ് ഓപ്പറേറ്റർ പ്രസിഡൻസ് പാഴ്സിംഗ് ആൻഡ് എക്സ്പ്ലെയിൻ ദ കൺസെപ്റ്റ് അങ്ങനെയൊക്കെ ചോദിക്കത്തുള്ളൂ. അപ്പോ ഞാൻ ഇവിടെ എന്തായാലും ഒരു ആംബിഗ്വസ് ഗ്രാമർ ആണ് എടുത്തിരിക്കുന്നത് എക്സാമ്പിളിൽ. ഇനി ശ്രദ്ധിക്കും, നമ്മൾ എപ്പോഴും സംസാരിക്കുന്നത് പ്രസിഡൻസുകളെ കുറിച്ചാണ്. പ്രസിഡൻസ്, വി ആർ ടോക്കിംഗ് അബൌട്ട് പ്രസിഡൻസ്. അപ്പൊ ഞാനിപ്പോ ഒരു എക്സാമ്പിൾ എടുക്കാം, എന്നിട്ട് ഞാൻ വേർഡിൽ ചെയ്ത് കാണിക്കാതെ തോന്നുന്നു, അതാണ് ബെറ്റർ. സോ ഞാൻ ഈ ഒരു എക്സാമ്പിൾ എടുത്തു. ഞാൻ പറഞ്ഞു ദിസ് ഈസ് നോട്ട് എ ഓപ്പറേറ്റർ ഗ്രാമർ. ദിസ് ഈസ് നോട്ട് എ ഓപ്പറേറ്റർ ഗ്രാമർ. ഇവിടെ ഞാൻ ക്യാപിറ്റൽ എ എന്ന് പറയുന്ന നോൺ ടെർമിനലിലും കൂടി എന്ത് എഴുതുകയാണ്? എക്സ്പ്രഷൻ എഴുതുകയാണ്. സോ ഇതാണ് എന്റെ ഗ്രാമർ. സോ ഈ ഗ്രാമർ എന്തല്ല? ഓപ്പറേറ്റർ ഗ്രാമർ അല്ല. പക്ഷെ എനിക്ക് എന്ത് ചെയ്യാം? ഇത് ഓപ്പറേറ്റർ ഗ്രാമർ അല്ല, പക്ഷെ ഈ ഗ്രാമറിനെ എനിക്ക് എന്താക്കി മാറ്റാം? ഓപ്പറേറ്റർ ഗ്രാമർ ആക്കി മാറ്റാലോ. എങ്ങനെ മാറ്റാം? ഇ ഗീവ്സ്, ഇ പ്ലസ് ഇ ഓർ ഇ സ്റ്റാർ ഇ ഓർ ഐ ഡി. നോക്കൂ, ഈ പ്ലസിന്റെ പ്ലസും സ്റ്റാറും അതിവിടെ ഞാൻ റീപ്ലേസ് ചെയ്തു. അതായത് ഞാൻ അത് എന്ത് ചെയ്തു? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോ ഇ പ്ലസ് ഇ ഓർ ഇ സ്റ്റാർ ഇ ഓർ ഐ ഡി എന്ന് കിട്ടി. So this become the operator grammar. This become the operator grammar. Ini, I'm asking a question. Is this a ambiguous grammar? ഇത് ഒരു ആംബിഗ്വസ് ഗ്രാമർ ആണോ? യെസ്, ഇതൊരു ആംബിഗ്വസ് ഗ്രാമർ ആണ്. നമ്മൾ നേരത്തെ പഠിച്ച കാര്യങ്ങളാണ്. ആംബിഗ്വസ് ഗ്രാമർ എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് റിക്കേർഷനും റൈറ്റ് റിക്കേർഷനും ഒരുമിച്ച് വന്നാൽ അത് ആംബിഗ്വസ് ഗ്രാമർ ആണ്. ഇവിടെ ലെഫ്റ്റ് റിക്കേർഷനും ഉണ്ട്, റൈറ്റ് റിക്കേർഷനും ഉണ്ട്. ഇവിടെ ഇ ഗീവ്സ് ഇ പ്ലസ് ഇ എന്ന് പറയുമ്പോൾ അവിടുത്തെ LHSലാണ് ബിഗിൻ ചെയ്യുന്നത്, LHSലാണ് എൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇവിടെ ലെഫ്റ്റ് റിക്കേർഷനും ഉണ്ട്, റൈറ്റ് റിക്കേർഷനും ഉണ്ട്. സോ ദിസ് ഗ്രാമർ ഈസ് ആംബിഗ്വസ് ഗ്രാമർ. അപ്പൊ ഇതൊരു ഓപ്പറേറ്റർ ഗ്രാമർ ആണ്, ഇതൊരു ആംബിഗ്വസ് ഗ്രാമറും ആണ്. നമ്മൾ ഇതിന്റെ ആംബിഗിറ്റി ഒക്കെ പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. പഠിക്കുന്നവർക്ക് ഓർമ്മയുണ്ടാവും, ഇതൊക്കെ നമ്മൾ പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. സോ ഈ ആംബിഗ്വസ് ഗ്രാമറിനെ നമ്മൾ ഓപ്പറേറ്റർ പ്രസിഡൻസ് വെച്ച് പാഴ്സ് ചെയ്യാൻ പോവാണ്. അപ്പൊ നമുക്കറിയാം ആംബിഗ്വസ് ഗ്രാമർ എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രിങ്ങിന് ഒന്നിലധികം ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷനോ അല്ലെങ്കിൽ ഒന്നിലധികം റൈറ്റ് മോസ്റ്റ് ഡെറിവേഷനോ കണ്ടെത്തിയാലാണ് ആ ഗ്രാമറിനെ എന്തു പറയുക? ആംബിഗ്വസ് ഗ്രാമർ എന്ന് പറയുക. ദാറ്റ് മീൻസ് there exists more than one parsed. Okay. പക്ഷെ ഇവിടെ നമ്മൾ ഒരേ ഒരു പാഴ്സ് ആംബിഗിറ്റി ഒന്നുമില്ലാതെ
കണ്ടുപിടിക്കാൻ പോവാണ്. ഓക്കെ, അപ്പോ ഈ ഓപ്പറേറ്റർ പ്രസിഡൻസ് ഗ്രാമറിന് നമുക്കറിയാം, നമ്മൾ ഇതുവരെ പഠിച്ച, അതായത് പ്രെഡിക്റ്റീവ് പാഴ്സിംഗ് പഠിച്ചു, ഷിഫ്റ്റ് റെഡ്യൂസ് പാഴ്സിംഗ് പഠിച്ചു, LR പാഴ്സിംഗ് പഠിച്ചു. ഇവിടെ എല്ലാം നമ്മൾ പാഴ്സ് ചെയ്യണമെങ്കിൽ there should be a parsing table. അവിടെ ഒരു പാഴ്സിംഗ് ടേബിൾ വേണം. അപ്പൊ ഇവിടെ നമുക്ക് എങ്ങനെ പാഴ്സിംഗ് ടേബിൾ ഉണ്ടാക്കാം എന്ന് പറയാം. അതിനു മുമ്പ് ഞാൻ ഈ ഒരു സാധനം നിങ്ങൾക്ക് പറഞ്ഞുതരാം. സോ ഇതിന്റെ മീനിങ് എന്താ ഞാൻ പറഞ്ഞു, കാണുന്നുണ്ടല്ലോ, ഞാൻ പറഞ്ഞു every non-terminals are separated by terminals. So say there is two terminals A and B. So we have to know the precedence of each terminal. Operator grammar ആണെങ്കിൽ ആ ഗ്രാമറുകളിലുള്ള ടെർമിനലുകളെ നമ്മൾ ഓപ്പറേറ്റേഴ്സ് എന്നാ വിളിക്കുക. ഇപ്പോ ഇവിടെ ഞാന് പ്ലസും സ്റ്റാറും എഴുതി. പ്ലസും സ്റ്റാറും എന്താണ്? ഓപ്പറേറ്റേഴ്സ് ആണ്. ക്യാപിറ്റലി എന്താണ്? ഓപ്പറൻസ് ആണ്. ഇപ്പൊ ഞാനിവിടെ പ്ലസിന്റെ സ്ഥാനത്ത് സ്മോൾ ബി ആണ് എഴുതിയെന്ന് വിചാരിക്കാം. ദാറ്റ് ഈസ് ഓൾസോ ഓപ്പറേറ്റർ ഗ്രാമർ. ഹിയർ ബി ഈസ് ആൻ ഓപ്പറേറ്റർ. ബി എന്താണ്? സ്മോൾ ബി, ദാറ്റ് ഈസ് എ ടെർമിനൽ. ടെർമിനൽ ഈസ് ആൻ ഓപ്പറേറ്റർ. ഓക്കെ, അപ്പോ terminals are always operators and non-terminals are operands. In a operator grammar, terminals are operators and non-terminals are operands. അപ്പൊ ഈ ടെർമിനൽസിന്റെ പ്രസിഡൻസ് നമുക്ക് നോക്കണം. അപ്പോ രണ്ട് ടെർമിനൽസ് എയും ബിയും ആണെന്ന് വിചാരിക്കാം. And if the precedence of A is less than B, then that will be represented like this: A less than dot B. എക്കും ബിക്കും ഒരേ പ്രസിഡൻസ് ആണെങ്കിൽ നമ്മൾ ഈക്വൽ ടു ഡോട്ട് എന്ന് എഴുതും. എക്ക് ബിയേക്കാൾ പ്രസിഡൻസ് കൂടുതലാണെങ്കിൽ നമ്മൾ എ ഗ്രേറ്റർ ദാൻ ഡോട്ട് ബി എന്ന് എഴുതും. ഈ എ ലെസ് ദാൻ ബി എന്ന് എഴുതിയാൽ അതിന്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ ബി എന്ന ഓപ്പറേറ്ററിനാണ് ഹൈയസ്റ്റ് പ്രസിഡൻസ്. ഫോർ എക്സാമ്പിൾ ഇവിടെ പ്ലസും സ്റ്റാറും കിടപ്പുണ്ട്. ഇവിടത്തെ എ എന്ന് പറയുന്നത് പ്ലസ് ആണെന്ന് വിചാരിക്കാം. എ എന്ന് പറയുന്നത് പ്ലസ് ആണ്. സ്മോൾ എ എന്ന് പറയുന്നത് പ്ലസ് ആണ്. സ്മോൾ ബി എന്ന് പറയുന്നത് സ്റ്റാർ ആണ്. അപ്പൊ ഈ രണ്ട് കേസിലും നമുക്ക് എ ഗ്രേറ്റർ ദാൻ ബി ആണോ എ ലെസ് ദാൻ ബി ആണോ? എ ലെസ് ദാൻ ബി ആണ്. കാരണം സ്റ്റാറിനാണ് പ്ലസിനേക്കാൾ പ്രസിഡൻസ്. അത് നമുക്കറിയാമല്ലോ. മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേറ്റർ ഈസ് ഓൾവേസ് ഹാവിംഗ് ഹയർ പ്രസിഡൻസ് ദാൻ അരിത്തമെറ്റിക് ഓപ്പറേറ്റർ. അപ്പൊ നമ്മൾ എഴുതുമ്പോൾ എങ്ങനെ എഴുതണം? എ ലെസ് ദാൻ ബി. ദാറ്റ് മീൻസ് ബി ഇസ് ഹാവിംഗ് ഹയസ്റ്റ് പ്രസിഡൻസ്. പക്ഷേ ഈ ഓപ്പറേറ്റർ ഗ്രാമർ എഴുതുമ്പോൾ ഒരു ചെറിയ വ്യത്യാസം, നമ്മളിവിടെ ഒരു ഡോട്ട് കൂടെ ഇട്ട് കൊടുക്കണം. ആർക്കാണോ ഹയർ പ്രസിഡൻസ് അവിടെ ഒരു ഡോട്ട് കൂടെ ഇട്ട് കൊടുക്കണം. ഈ ഡോട്ടിന്റെ മീനിങ് നമ്മൾ ഇത്രയും നേരം പഠിച്ചാൽ നമുക്കറിയാം. ഡോട്ട് ഇട്ട അതിന്റെ അർത്ഥം എന്താണ്? ഹാൻഡിൽ ആണ് എന്നാണ് അതിന്റെ അർത്ഥം, അല്ലെ? നമ്മള് എ ലെസ് ദാൻ ഡോട്ട് ബി എന്ന് എഴുതിയാൽ അതിനർത്ഥം ബി എന്ന ടെർമിനലിനാണ് അല്ലെങ്കിൽ ബി എന്ന ഓപ്പറേറ്ററിനാണ് ഹയസ്റ്റ് പ്രസിഡൻസ് എന്നാണ് അർത്ഥം. പക്ഷെ ഡോട്ട് ഇടുമ്പോ ബി എന്തായി മാറുന്നു? ബി ബിക്കെയിം ഹാൻഡിൽ. ബി എന്താവുന്നു? ഹാൻഡിൽ ആവുന്നു. ഈ ഹാൻഡിൽ ആയാൽ അതിന്റെ മീനിങ് എന്താ? ആ ഹാൻഡിലിനെയാണ് നമുക്ക് അറ്റ് എ ടൈം ഷിഫ്റ്റ് ചെയ്യേണ്ടതോ റെഡ്യൂസ് ചെയ്യേണ്ടതോ, അല്ലെങ്കിൽ ആ ഹാൻഡിലിനെയാണ് നമുക്ക് അറ്റ് എ ടൈം പ്രോസസ് ചെയ്യേണ്ടത്. ആ ഡോട്ട് കഴിഞ്ഞ് വരുന്ന ഓപ്പറേറ്റർ ഏതാ, ഡോട്ട് കഴിഞ്ഞ് വരുന്ന സിമ്പൽ ഏതാണോ അതിനെയാണ് നമുക്ക് റീപ്ലേസ് ചെയ്യേണ്ടത്. ആ റീപ്ലേസ് ചെയ്യേണ്ട ആ ഒരു പ്രോസസ്സിനെ നമ്മൾ പറയുന്ന പേരാണ് ഹാൻഡിൽ പ്രൂണിങ്. നമ്മൾ ആദ്യം പഠിച്ചതാണ്. ഡോട്ട് ഇട്ട് കഴിഞ്ഞ് വരുന്ന ഒരു അത് ടെർമിനൽ ആവട്ടെ നോൺ ടെർമിനൽ ആവട്ടെ, വി ഹാവ് ടു റീപ്ലേസ് ദാറ്റ്. ആ റീപ്ലേസ് ചെയ്യുന്ന ഓപ്പറേഷനെ പറയുന്ന പേരാണ് ഹാൻഡിൽ പ്രൂണിങ്. അതൊന്നും ഇപ്പൊ തൽക്കാലം നമ്മൾ അറിയണ്ട. പക്ഷെ ഇവിടെ ഇപ്പൊ തൽക്കാലം പ്രസിഡൻസ് എങ്ങനെ റെപ്രസെന്റ് ചെയ്യണം എന്ന് തൽക്കാലം മനസ്സിലാക്കുക. ഏത് ഓപ്പറേറ്ററിനാണോ പ്രസിഡൻസ് കൂടുതൽ അത് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യും. ഓക്കെ, ഈക്വൽ ആണെങ്കിൽ ഈക്വൽ ഡോട്ട് എന്ന് റെപ്രസെന്റ് ചെയ്യും. ലെസ് ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ, ഇപ്പൊ എ ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ തിരിച്ച്
റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് അതിന്റെ റെപ്രസെന്റേഷൻ ടേബിൾ. അപ്പൊ ഇത് വെച്ചിട്ടാണ് നമ്മളിപ്പോ പാഴ്സിംഗ് ടേബിൾ ഉണ്ടാക്കാൻ പോകുന്നത്. പാഴ്സിംഗ് ടേബിൾ ഉണ്ടാക്കാൻ പോകുന്നു. അപ്പൊ ഞാനിപ്പോ പാഴ്സിംഗ് ടേബിൾ ഉണ്ടാക്കാം. നമുക്കറിയാം പാഴ്സിംഗ് ടേബിൾ എന്ന് പറഞ്ഞാൽ ടെർമിനൽസ് വെച്ചിട്ടാണല്ലോ ഉണ്ടാക്കേണ്ടത്. ഞാനിവിടെ ഒരു പാഴ്സിംഗ് ടേബിൾ എഴുതുകയാണ്. പാഴ്സിംഗ് ടേബിൾ. ഈ പാഴ്സിംഗ് ടേബിളിനെ പറയുന്ന മറ്റൊരു പേരാണ് പ്രസിഡൻസ് റിലേഷൻ ടേബിൾ എന്ന് പറയും. അത് ഇവിടെ മാത്രം ഓപ്പറേറ്റർ പ്രസിഡൻസ് പാഴ്സിംഗിൽ മാത്രം പാഴ്സിംഗ് ടേബിളിനെ പറയുന്ന മറ്റൊരു പേരാണ് പ്രസിഡൻസ് റിലേഷൻ ടേബിൾ. സോ ഞാനിവിടെ പാഴ്സിംഗ് ടേബിൾ ചെയ്യാം. ഞാൻ എഴുതുകയാണ്. നമ്മുടെ ടെർമിനലുകളെല്ലാം ഞാൻ എഴുതുകയാണ്. ID പ്ലസ് സ്റ്റാർ ആൻഡ് ഡോളർ. ഡോളർ നമ്മൾ എല്ലാ പാഴ്സിംഗ് ടേബിളിലും എഴുതുമല്ലോ. അതുപോലെ ID പ്ലസ് സ്റ്റാർ ഡോളർ. ഇതെന്തുകൊണ്ട് ഈ ടേബിളിനെ പാഴ്സിംഗ് ടേബിൾ എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ ആപ്റ്റ് ആയ പേര് പ്രസിഡൻസ് റിലേഷൻ ടേബിൾ എന്നാണ്? Why? Because in this table we are representing the precedence between operators. ഇതിലെ ഓപ്പറേറ്റേഴ്സ് തമ്മിലുള്ള പ്രസിഡൻസ് ആണ് നമ്മൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ റെപ്രസെന്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ടേബിളിനെ പാഴ്സിംഗ് ടേബിൾ എന്ന് പറയുന്നതിനേക്കാൾ നല്ല വാക്ക് പ്രസിഡൻസ് റിലേഷൻ ടേബിൾ എന്ന് പറയാനാണ്. പക്ഷെ നമ്മൾ ഇടയ്ക്ക് പാഴ്സിംഗ് ടേബിൾ എന്ന വേർഡ് പലപ്പോഴും ഉപയോഗിക്കും. കാരണം പാഴ്സിംഗിന് യൂസ് ചെയ്യുന്ന ടേബിൾ പാഴ്സിംഗ് ടേബിൾ ആണ്. ഈ പ്രസിഡൻസ് റിലേഷൻ ടേബിൾ we are going to use for the parsing. ഓക്കെ, ഇനി ഈ പാഴ്സിംഗ് ടേബിൾ എഴുതുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം പറഞ്ഞു. Among all the terminals or all the operators, identifier has the highest precedence. Identifier has the highest precedence and dollar has the lowest precedence. Among all the operators, identifier has the highest precedence and dollar has the lowest precedence. And second point, identifier and identifier comparison will not happen and dollar comparison is also not happened. Okay, അപ്പൊ ഞാൻ ഇവിടെ ID ഒരു ഡോട്ട് ഇടുകയാണ്. ഇനി ഐഡിയും പ്ലസും തമ്മിൽ ഒരു കമ്പാരിസൺ നടത്താം. ഞാൻ പറഞ്ഞു ഐഡന്റിഫയർ ഹാസ് ദ ഹൈയസ്റ്റ് പ്രസിഡൻസ് എമംഗ് ഓൾ ദ ടെർമിനൽസ്. അതുകൊണ്ട് ഞാൻ ഇവിടെ എന്തെഴുതും? ഐഡിക്കാണ് ഹൈയസ്റ്റ് പ്രസിഡൻസ്. ഇവിടെ ഞാൻ വീണ്ടും ഇങ്ങനെ എഴുതുന്നു, ഇവിടെയും ഞാൻ ഇങ്ങനെ എഴുതുന്നു. ഇതിൽ ആർക്കും ഡൗട്ട് ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബിക്കോസ് ഐഡിക്കാണ് പ്ലസിനേക്കാളും സ്റ്റാറിനേക്കാളും ഡോളറിനേക്കാളും ഹൈയസ്റ്റ് പ്രസിഡൻസ് എന്നൊരു മീനിങ്ങിലാണ് ഈ എഴുതി വെച്ചിരിക്കുന്നത്. ദെൻ ഇനി പ്ലസും ഐഡിയുമായിട്ട് നോക്കുമ്പോൾ ID ഹാസ് ദ ഹൈയസ്റ്റ് പ്രസിഡൻസ്. അതുകൊണ്ട് നമ്മൾ എങ്ങനെ എഴുതുന്നു? ഇങ്ങനെ എഴുതുന്നു. ഇനി പ്ലസും നോക്കുന്നു, അതവിടെ കിടക്കട്ടെ. പ്ലസും നോക്കുന്നത് അവിടെ കിടക്കട്ടെ. ദെൻ പ്ലസും സ്റ്റാറും നോക്കുന്നു. ഓഫ് കോഴ്സ് സ്റ്റാർ ഹാസ് ദ ഹൈയസ്റ്റ് പ്രസിഡൻസ്. ഇനി പ്ലസും ഡോളറും നോക്കുന്നു. ഞാൻ പറഞ്ഞു ഡോളർ ഹാസ് ദ ലോവസ്റ്റ് പ്രസിഡൻസ് എമംഗ് ഓൾ ദ ടെർമിനൽസ്. So plus has the highest precedence. Okay. ഇനി സ്റ്റാറും ID നോക്കുന്നു. ID has the highest precedence. സ്റ്റാറും പ്ലസും നോക്കുന്നു. സ്റ്റാർ has the highest precedence. സ്റ്റാറും ഇപ്പൊ തൽക്കാലം എഴുതണ്ട. Then സ്റ്റാറും ഡോളറും നോക്കുന്നു. സ്റ്റാർ has the highest precedence. ഇനി ഡോളറും ID നോക്കുന്നു. ID has the highest precedence. ഡോളറും പ്ലസും നോക്കുന്നു. പ്ലസ് ഹാസ് ദ ഹൈയസ്റ്റ് പ്രസിഡൻസ്. ഡോളറും സ്റ്റാർ ഹാസ് ദ ഹൈയസ്റ്റ് പ്രസിഡൻസ്. ഡോളറും തമ്മിലുള്ളത് ചെയ്യില്ല. ഓക്കെ, സോ ഇതിത്രയും ഞാൻ ഫിൽ ചെയ്തത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു.
ഇനി രണ്ടും സെയിം പ്രസിഡൻസ് ഉള്ള ഓപ്പറേറ്റേഴ്സ് വന്നാൽ എന്ത് ചെയ്യണം? There we have to look associativity rule. Associativity rule. നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് അസോസിയേറ്റിവിറ്റി ഒക്കെ. അതൊന്നും എനിക്കിപ്പോ എക്സ്പ്ലെയിൻ ചെയ്യാനില്ല. എന്നാലും ഞാൻ ജസ്റ്റ് ഒരു ചുമ്മാ ഒരു കാര്യം പറയാം. 5+2+3 എന്ന് ഇങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നാൽ നമ്മൾ എന്താ ചെയ്യുക? ലെഫ്റ്റ് കിടക്കുന്ന പ്ലസ് സിമ്പൽ കിടക്കുന്ന ഓപ്പറേഷൻ ആണ് ആദ്യം ചെയ്യുക. അത്രേ ഉള്ളൂ. പ്ലസ് ഇസ് എ ലെഫ്റ്റ് അസോസിയേറ്റീവ്, പ്ലസ് ഓപ്പറേറ്റർ ഇസ് എ ലെഫ്റ്റ് അസോസിയേറ്റീവ്. നമുക്ക് ഒരുപാട് പ്ലസ് ഓപ്പറേഷൻ കിടന്നാൽ നമ്മൾ എവിടെ കിടക്കുന്നതാണ് ആദ്യം ചെയ്യുക? ലെഫ്റ്റ് കിടക്കുന്നേ ചെയ്യും. അപ്പൊ അതിനർത്ഥം പ്ലസ് ഈസ് എ ലെഫ്റ്റ് അസോസിയേറ്റീവ്. അപ്പൊ ലെഫ്റ്റ് നമ്മൾ എപ്പോഴും സെയിം പ്രസിഡൻസ് ഉള്ള ഓപ്പറേറ്റേഴ്സ് വരുമ്പോ ലെഫ്റ്റിൽ കിടക്കുന്നതിനായിരിക്കും ഹയർ പ്രസിഡൻസ് കൊടുക്കുക. അപ്പൊ ഇവിടെ ലെഫ്റ്റിൽ കിടക്കുന്ന ഏതാണ്? ഈ പ്ലസ് ആണ്. അതുകൊണ്ട് ഇങ്ങോട്ട് എഴുതും. അതുപോലെ സ്റ്റാർ. ഇപ്പൊ ഇവിടെ ഇങ്ങനെയാണ് കിടന്നാലോ അവിടെയും നമ്മൾ ലെഫ്റ്റ് കിടക്കുന്ന സ്റ്റാറെ ആദ്യം ചെയ്യത്തുള്ളൂ. അപ്പൊ സ്റ്റാർ ഈസ് ഓൾസോ എ ലെഫ്റ്റ് അസോസിയേറ്റീവ് ഓപ്പറേറ്റർ. അപ്പൊ ലെഫ്റ്റിൽ കിടക്കുന്ന സ്റ്റാറിനാണ് എന്ത്? ഹയസ്റ്റ് പ്രസിഡൻസ്. This is precedence relation table. Is that clear? Okay. ഞാൻ അതിന്റെ ഡൗട്ട് പിന്നെ ക്ലിയർ ചെയ്യാം. ഞാൻ അടുത്ത ടേബിൾ കൂടെ വരച്ചു പോട്ടെ. ഇനി എനിക്ക് വരയ്ക്കാനുള്ള സമയം കിട്ടില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ ഈ ടേബിൾ ജസ്റ്റ് ഇവിടെ നിന്ന് ഓപ്പൺ ചെയ്തെടുക്കാം. സോ ഞാൻ ഇനി പാഴ്സിങ് ചെയ്യാണ്. സോ പാഴ്സിങ് ഞാൻ ചെയ്യാൻ പോകുന്നത് ID പ്ലസ് ID സ്റ്റാർ ID എന്ന് പറയുന്ന സ്ട്രിങ്ങിനാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ആംബിഗിറ്റി പ്രൂവ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ തവണ ഉപയോഗിക്കുന്ന ഒരു സ്ട്രിങ് ആണ് ഈ സ്ട്രിങ്. ഗ്രാമർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇതാണ് ഗ്രാമർ. ഈ ഗ്രാമറും ഈ ഒരു ടേബിളും നമുക്ക് എപ്പോഴും നമ്മൾ ആംബിഗിറ്റിക്ക് ഉപയോഗിക്കുന്ന, ആംബിഗിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ടേബിളും ഒരു സ്ട്രിങ്ങുമാണ്. ഇത് ഞാൻ എങ്ങനെയാണ് ഓപ്പറേറ്റർ പ്രസിഡൻസ് പാഴ്സിംഗ് വെച്ച് ചെയ്യാൻ പോകുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, ഇവിടെ നോക്കാം നമുക്ക്. സോ ആദ്യം നമ്മുടെ സ്റ്റാക്ക് ഉപയോഗിച്ചുള്ള ഇംപ്ലിമെന്റേഷൻ ആണ് പറയുന്നത്. സ്റ്റാക്കിനകത്തിരിക്കുന്നത് $ആണ്. സ്റ്റാക്കിന്റെ ടോപ്പിൽ ഇരിക്കുന്ന $ആണ്. ഇൻപുട്ട് ബഫറിനകത്ത് ഇൻപുട്ട് സ്ട്രിങ് ഇരിപ്പുണ്ട്. എങ്ങനെയാണ് ആക്ഷൻസ് നിർണ്ണയിക്കുക? വെദർ ഇറ്റ് ഇസ് എ ഷിഫ്റ്റ് ആക്ഷൻ ഓർ റെഡ്യൂസ് ആക്ഷൻ എന്നുള്ളത് എങ്ങനെ ഡിസൈഡ് ചെയ്യും? ഓക്കെ, സോ check the precedence of top symbol of stack and input symbol. ഇൻപുട്ടിൽ ഇരിക്കുന്ന ആദ്യത്തെ സിമ്പലും ടോപ്പിൽ ഇരിക്കുന്ന സിമ്പലിന്റെയും പ്രസിഡൻസ് നോക്കുക. If the precedence of input symbol is high, then we have to do shift action. If the precedence of input symbol is high, then we have to do shift action. If precedence of top symbol is high, then we have to do reduce action. സ്റ്റാക്കിന്റെ ടോപ്പിൽ ഇരിക്കുന്ന സിമ്പലിന്റെ പ്രസിഡൻസ് ആണ് കൂടുതലെങ്കിൽ നമ്മൾ റെഡ്യൂസ് ഓപ്പറേഷൻ ചെയ്യണം. ഇൻപുട്ട് സിമ്പൽ ആണ് പ്രസിഡൻസ് കൂടുതലെങ്കിൽ നമ്മൾ ഷിഫ്റ്റ് ഓപ്പറേഷൻ ചെയ്യണം. ഇവിടെ നോക്കാം, ഇത് ശരിക്കും ആ ടേബിൾ വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. പക്ഷെ ടേബിൾ നമുക്ക് അറിയാവുന്നത് കൊണ്ട് ഞാൻ ഇവിടെ നിന്ന് തന്നെ പറഞ്ഞു പോവാ, സമയമില്ലാത്തതുകൊണ്ട്. ഇവിടെ നോക്കൂ, ഡോളറും ഐഡിയും തമ്മിൽ നോക്കുമ്പോൾ ഐഡിക്കാണ് എന്ത്? പ്രസിഡൻസ് കൂടുതൽ. അതുകൊണ്ട് ഐഡി എന്ത് ചെയ്തു? സ്റ്റാക്കിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അപ്പൊ ഇവിടെ ഷിഫ്റ്റ് എന്ന ആക്ഷൻ എഴുതി.
ഇനി ടോപ്പിൽ ഇരിക്കുന്നത് ഐ ഡി ആണ്, ഇവിടെ ഇരിക്കുന്ന പ്ലസ് ആണ്. ഐ ഡിയും പ്ലസും നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന എന്താണ്? ഐ ഡി ആണ് ഹൈയസ്റ്റ് പ്രസിഡൻസ്. ഐ ഡി ആണ് ഹൈയസ്റ്റ് പ്രസിഡൻസ്. അപ്പൊ എന്ത് ചെയ്യണം? ഐ ഡിയെ ഇ ഉപയോഗിച്ച് റെഡ്യൂസ് ചെയ്യണം. ഞാൻ ഒരു കാര്യം കൂടെ ഇവിടെ ചെയ്യാം, അതുകൂടെ പഠിപ്പിക്കണം, അതുകൊണ്ടാണ്. ദയവ് ചെയ്ത് സഹകരിക്കുക. ഞാനിവിടെ ഐ ഡി പ്ലസ് ഐ ഡി സ്റ്റാർ ഐ ഡി എന്ന് എഴുതുകയാണ്. സോ ആദ്യം ഇൻപുട്ടിൽ കിടന്നത് ഐ ഡി എന്ന ഐ ഡിയും ഡോളറും കൂടെ നോക്കിയപ്പോൾ ഐ ഡിക്ക് ഹയസ്റ്റ് പ്രസിഡൻസ് ആയതുകൊണ്ട് that ID will be shifted to stack top, and now the input contain plus ID star ID dollar, and here the stack top symbol has the highest precedence than plus. അതുകൊണ്ട് ഈ ഐ ഡി എന്ത് ചെയ്യണം? We have to reduce by E gives ID production. ആ സമയത്ത് തന്നെ നമ്മൾ ബോട്ടം അപ്പ് പാഴ്സിംഗ് ആണ്. അപ്പൊ ബോട്ടം അപ്പ് പാഴ്സിംഗിന്റെ ഭാഗമായിട്ട് നമ്മളൊരു പാർട്സ് ട്രീ വരയ്ക്കണം. സോ പാർട്സ് ട്രീ വരയ്ക്കാൻ ഈ പാർട്സ് ട്രീ നമ്മൾ വരച്ചു പോണം, എന്നാൽ മാത്രമേ നമുക്ക് ആംബിഗിറ്റി അവിടെ ഇല്ല എന്ന് കാണിക്കാൻ പറ്റൂ. അപ്പൊ ഞാൻ ഇവിടെ ഈ ഐഡിയെ ഞാൻ ഈ വെച്ചിട്ട് റീപ്ലേസ് ചെയ്തു. ബോട്ടം അപ്പ് പാഴ്സിംഗ് ആണ്, ഞാൻ ട്രീ വരയ്ക്കുകയാണ്. മീൻസ് മോർ ദാൻ വൺ ട്രീ ഇല്ല എന്ന് കാണിക്കാനാണ് അത് പറയുന്നത്. അടുത്തിപ്പോ ഈ ഐഡിയെ ഞാൻ കോപ്പി ചെയ്തല്ലോ, ഐഡിയെ കോപ്പി ചെയ്ത് കളഞ്ഞിട്ടാണ് ഐഡിയെ ഈ വെച്ച് റീപ്ലേസ് ചെയ്യുന്നത്. ഇപ്പൊ എന്റെ സ്റ്റാക്കിൽ എന്ത് മാത്രമേ ഉള്ളൂ? ഡോളർ മാത്രമേ ഉള്ളൂ. എന്റെ ഇൻപുട്ടിൽ ഇരിക്കുന്നത് പ്ലസ് ഐ ഡി സ്റ്റാർ ഐ ഡി ഡോളർ ആണ്. സോ ഡോളറും പ്ലസും നോക്കുമ്പോൾ അഫ്കോഴ്സ് പ്ലസ് ഹാസ് എ ഹയസ്റ്റ് പ്രസിഡൻസ്, സോ പ്ലസ് ഇവിടെ ഷിഫ്റ്റ് ചെയ്ത് വന്നു. ഇപ്പൊ ഐ ഡിയും ഐ ഡി സ്റ്റാർ ഐ ഡി മാത്രമേ ഉള്ളൂ. ഇവിടെ പ്ലസും ഐ ഡിയും നോക്കുമ്പോൾ ഐ ഡി ഹാസ് ദ അഗൈൻ ഹയസ്റ്റ് പ്രസിഡൻസ്. അപ്പൊ വീണ്ടും ഐ ഡിയും എന്ത് ചെയ്തു? ഇവിടെ ഷിഫ്റ്റ് ചെയ്ത് വന്നു. ഇപ്പോ ഇവിടെ ഇൻപുട്ട് ഇരിക്കുന്ന സ്റ്റാർ ആണ്. സ്റ്റാറും ഐ ഡിയും നോക്കുമ്പോൾ ഐ ഡിക്കാണ് ഹയസ്റ്റ് പ്രസിഡൻസ്. അതുകൊണ്ട് ഐ ഡിയെ വീണ്ടും റെഡ്യൂസ് ചെയ്യണം. ആരെ ഉപയോഗിച്ച്? ഇ ഉപയോഗിച്ച്. അപ്പൊ ഞാൻ വീണ്ടും ഇവിടെ ഒരു ഇത് വരയ്ക്കുകയാണ്. ഞാൻ ഈ ഒരു ടോപ്പ് ഡൗൺ പാഴ്സിംഗില് ഇവിടെ ഞാൻ ഈ വരയ്ക്കുകയാണ്. ഓക്കെ, ദെൻ സോ അത് കഴിഞ്ഞ് ഇവിടെ ഈ ഐ ഡി കോപ്പി ചെയ്തല്ലോ, കോപ്പി ചെയ്താണ് അവിടെ ഇ ആക്കിയത്. ദെൻ സ്റ്റാക്കിൽ ഇപ്പൊ പ്ലസ് ആണ് ഇരിക്കുന്നത്. ഇവിടെ ഇൻപുട്ട് സിമ്പലിലെ സ്റ്റാർ ആണ്. വി നോ ദാറ്റ് സ്റ്റാർ ഈസ് ഹാവിംഗ് ഹയസ്റ്റ് പ്രസിഡൻസ് ദാൻ പ്ലസ്. സോ സ്റ്റാർ എന്ത് ചെയ്തു? സ്റ്റാക്കിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഇവിടെ ഐ ഡി ആണ് ഇരിക്കുന്നത്. അപ്പൊ സ്റ്റാറും ഐ ഡിയും നോക്കുമ്പോൾ അഗൈൻ ഐ ഡിക്കാണ് ഹയസ്റ്റ് പ്രസിഡൻസ്. അപ്പോ ഐ ഡിയെയും നമ്മൾ സ്റ്റാക്കിലേക്ക് ടോപ്പ് ചെയ്യും, സോറി സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യും. ദെൻ ഐ ഡിയും ഡോളറും ആണ് ഇപ്പോ. അപ്പൊ ഐ ഡിക്കാണ് ഹയസ്റ്റ് പ്രസിഡൻസ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഐ ഡിയെ ഇ ഉപയോഗിച്ച് റെഡ്യൂസ് ചെയ്യണം. അപ്പൊ ഞാനിവിടെ വീണ്ടും ഇവിടെ ഈ വെച്ചിട്ട് റീപ്ലേസ് ചെയ്യും. സോ ഇനി എന്റെ സ്റ്റാക്കിൽ ഇവിടെ പ്ലസും സ്റ്റാറും ആണുള്ളത്, ഇൻപുട്ടിൽ ഡോളർ ആണുള്ളത്. അപ്പൊ സ്റ്റാറും ഡോളറും നോക്കുമ്പോൾ സ്റ്റാറിനാണ് ഹയസ്റ്റ് പ്രസിഡൻസ്. നമ്മുടെ പാഴ്സിംഗ് ടേബിൾ വെച്ചിട്ട് അങ്ങനെയാണ്, സ്റ്റാറിനാണ് ഹയസ്റ്റ് പ്രസിഡൻസ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റാറിനെ റെഡ്യൂസ് ചെയ്യണം. സ്റ്റാറിനെ റെഡ്യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. സ്റ്റാർ എന്ന ഓപ്പറേറ്ററിനെ റെഡ്യൂസ് ചെയ്യാൻ സ്റ്റാർ ഓപ്പറേറ്റർ വരുന്ന പ്രൊഡക്ഷൻ ഏതാണെന്ന് നോക്കും. സ്റ്റാർ ഓപ്പറേറ്റർ ഉള്ള പ്രൊഡക്ഷൻ ഇ ഗീവ്സ് ഇ സ്റ്റാർ ഇ ആണ്. അപ്പൊ അത് ഉപയോഗിച്ച് ആ പ്രൊഡക്ഷനെ എന്ത് ചെയ്യുക? റീപ്ലേസ് ചെയ്യുക. അപ്പൊ നമ്മൾ ട്രീ വരയ്ക്കുമ്പോ ഇങ്ങനെ വരയ്ക്കുന്നു. ഇങ്ങനെയാണ് നമ്മൾ ടോപ്പ് ഡൗൺ പാഴ്സിംഗ് സാധാരണ വരയ്ക്കാറ്. അത് കഴിഞ്ഞു. അത് കഴിഞ്ഞ് നമ്മുടെ ഇവിടെ ഇപ്പോ നമ്മൾ സ്റ്റാറിനെ പോപ്പ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇവിടെ പ്ലസ് ആണ് ഇരിക്കുന്നത്. പ്ലസും ഡോളറും നോക്കുമ്പോൾ പ്ലസിനാണ് ഹയസ്റ്റ് പ്രസിഡൻസ്. അപ്പൊ പ്ലസ് വരുന്ന പ്രൊഡക്ഷൻ ഉപയോഗിച്ച് നമ്മൾ റെഡ്യൂസ് ചെയ്യണം. സോ ദാറ്റ് മീൻസ് ഇ ഗീവ്സ് ഇ പ്ലസ് ഇ. അത് വെച്ച് നമ്മൾ റെഡ്യൂസ് ചെയ്യുന്നു. റെഡ്യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ
സോ ഇങ്ങനെയാണ് നമ്മുടെ ടേബിള്, ഇങ്ങനെയാണ് നമ്മുടെ പാഴ്സിംഗ് ട്രീ വരുന്നത്. സോ ഈ ഒരു പാഴ്സിംഗ് ട്രീ നമ്മൾ ഒരു ആംബിഗിറ്റി ഇല്ലാതെ കണ്ടെത്തി, ഈ ഓപ്പറേറ്റർ പ്രസിഡൻസ് പാഴ്സിംഗ് യൂസ് ചെയ്ത് കണ്ടെത്തി. ഇപ്പൊ സ്റ്റാക്കിന്റെ ടോപ്പിലും ഇൻപുട്ടിലും ഇരിക്കുന്ന ഡോളർ ആണ്, ദാറ്റ് ഈസ് ആൻ അക്സെപ്റ്റൻസ് സ്റ്റേറ്റ്. സോ ഇത് ഒരു യുണീക്കായ ട്രീ ആണ്. ഈ ഒരു പ്രൊഡക്ഷനെ നമ്മുടെ ഓപ്പറേറ്റർ പ്രസിഡൻസ് പാഴ്സിംഗ് വച്ച് കണ്ടെത്തിയത്. ഇങ്ങനെയാണ് ആംബിഗ്യസ് ഗ്രാമറിനെ നമ്മള് പാഴ്സ് ചെയ്യുന്നത്. സാധാരണ ടോപ്പ് ഡൗണിൽ ഇത് പോസിബിൾ അല്ല. സോ ഇത് ഓപ്പറേറ്റർ പ്രസിഡൻസ് പാഴ്സിംഗ് എന്ന് പറയുന്ന പാഴ്സിംഗ് മെത്തേഡിൽ മാത്രമേ ആംബിഗ്യസ് ഗ്രാമേഴ്സിനെ നമുക്ക് പാഴ്സ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ദിസ് ഈസ് ദ മെത്തേഡ് ഫോർ ദാറ്റ്. സോ ഇവിടെ നമ്മൾ കൃത്യമായിട്ട് അറിയേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാല് ഓപ്പറേറ്റർ പ്രസിഡൻസ് പാഴ്സർ എന്താണ് എന്നറിയണം. ഓപ്പറേറ്റർ പ്രസിഡൻസ് പാഴ്സർ എന്താണെന്ന് അറിയണം. ഓപ്പറേറ്റർ ഗ്രാമർ എന്താണെന്ന് അറിയണം. ഓപ്പറേറ്റർ പ്രസിഡൻസ് ഗ്രാമറിൽ എങ്ങനെയാണ് ഈ ഒരു ടേബിൾ ഉണ്ടാക്കുന്നത്. ഇവിടെ ഐ ഡി ഹാസ് ദ ഹയസ്റ്റ് പ്രസിഡൻസ്, ഡോളർ ഹാസ് ദ ലോവസ്റ്റ് പ്രസിഡൻസ്, പിന്നെ ഈക്വൽ പ്രസിഡൻസ് വരികയാണെങ്കിൽ അസോസിയേറ്റിവിറ്റി എടുക്കണം. ഈ കാര്യങ്ങൾ അറിയണം. ഇത് ഉപയോഗിച്ച് എങ്ങനെയാണ് ഈ പാഴ്സിംഗ് ചെയ്യുന്നത് എന്നുള്ള കാര്യം അറിയണം. സോ this is the concept of operator precedence parsing. So